ഹായ് ഓൾ, വെൽക്കം ടു റിലയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇന്ന് നമ്മൾ എടുക്കുന്ന സെഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പോൾ ടെക്നിലും നമുക്ക് സ്റ്റീൽ സ്ട്രക്ചർ ബിൽഡിങ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡീറ്റെയിലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മോഡലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞൊരു പോർഷനുണ്ട്. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ, ഓരോ വ്യൂസിൻ്റെ പ്രൊജക്ഷൻ എങ്ങനെയാണ്, ടോപ്പിൽ നിന്ന് നോക്കിയാൽ എങ്ങനെ വരും, സൈഡിൽ നിന്ന് നോക്കിയാൽ എങ്ങനെ വരും. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്ന സെക്ഷൻസാണ് ആംഗിൾ. ആംഗിളിൽ തന്നെ രണ്ട് ടൈപ്പ് ആംഗിൾസ് ഉണ്ട്, ഈക്വൽ ആംഗിൾ, അൺഈക്വൽ ആംഗിൾ. പിന്നെ വരുന്നത് ഐ സെക്ഷൻ. ഈ ഐ സെക്ഷൻ നമ്മൾ ഇന്ത്യയിൽ പറയും, നമ്മൾ യു എസിലൊക്കെ വരുമ്പോൾ ഡബ്ല്യു സെക്ഷൻ. ഓരോ കൺട്രി അനുസരിച്ച് അത് വേരി ആവും. ഐ ഷേപ്പിൽ വരുന്ന ഐ സെക്ഷൻ. പിന്നെ യൂസ് ചെയ്യുന്നതാണ് ടി സെക്ഷൻ. പിന്നെ യൂസ് ചെയ്യുന്നതാണ് റൗണ്ട് പൈപ്പ്, ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നതാണ് HSS, സ്ക്വയർ റെക്ടാങ്കുലർ ട്യൂബ്സ്. പിന്നെ ചാനൽ, സി പോലെ ഇരിക്കുന്ന ചാനൽ. ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീൽ സെക്ഷൻസ്. ഒരു ആംഗിൾ എന്ന് പറയുമ്പോൾ 2 ലെഗ്സ് വരും. 2 ലെഗാണ് ഈ കാണുന്നത്. നമ്മൾ ആംഗിളിൽ പറയുന്ന ടേംസാണ് ഈ എൻഡിൽ, അതായത് അടുത്ത ലെഗ്, ആ ലെഗ് വരുന്നതിൻ്റെ മീറ്റ് ചെയ്യുന്ന ആ ഫേസിന് നമ്മൾ ഹീൽ എന്ന് പറയും. പിന്നെ ആ കർവ് ചെയ്ത് വരുന്നുണ്ടോ, അവിടെ നമ്മൾ ഫില്ലറ്റ് എന്ന് പറയും. ഈ എൻഡിൽ വരുന്ന ലെഗിൻ്റെ എൻഡിൽ വരുന്നതിന് ടോ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുമ്പോൾ ആംഗിളിൽ ലെഗ്, ഹീൽ, ടോ അങ്ങനത്തെ ടേം തന്നെ യൂസ് ചെയ്യണം. ഇനി ഈ ആംഗിളിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ, ഈ ക്രോസ് സെക്ഷനിൽ നിന്ന് ഒരു വ്യൂ ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ വരച്ചേക്കുന്നത്. അത് വരച്ചേക്കുന്നത് ലെഫ്റ്റിൽ നിന്ന് നോക്കുന്ന വ്യൂസാണ്. ഇവിടെ എല്ലാ ക്രോസ് സെക്ഷൻ്റെ ലെഫ്റ്റിൽ കാണുന്ന വ്യൂ എല്ലാം ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുന്ന, ഈ ക്രോസ് സെക്ഷൻ്റെ ലെഫ്റ്റിൽ നിന്ന് നോക്കുന്ന വ്യൂ ആയിട്ടാണ് ഇവർ വരച്ചേക്കുന്നത്. അതെങ്ങനെ നമുക്കത് വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ആംഗിളിൽ ലെഫ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഈ ക്രോസ് സെക്ഷൻ, ഇതിപ്പോൾ ആംഗിൾ ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ഈ ആംഗിൾ. അപ്പോൾ ഈ തിക്നെസ് നമുക്ക് കാണാൻ പറ്റും, ഈ ലെഗിൻ്റെ തിക്നെസ്. അപ്പോൾ ആ ടോപ്പിലത്തെ ലൈനും ബോട്ടത്തിലെ ലൈനും വിസിബിൾ ആയിരിക്കും, അതാണ് ഈ കാണുന്നത്. പിന്നെ ബോട്ടത്തിലെ ലൈൻ. അപ്പോൾ അങ്ങനെയാണ് ഒരു ക്രോസ് സെക്ഷൻ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. ഇനി റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെ വരും? ഇപ്പോൾ ഈ ആംഗിളിലെ ക്രോസ് സെക്ഷൻ ഇവിടെ റൈറ്റിൽ നിന്ന് നോക്കിയാൽ എങ്ങനെ വരും? ഈ ആംഗിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ പോവുകയാണ് ഈ ആംഗിൾ, ഇങ്ങനെ ഈ ആംഗിൾ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ടോപ്പിലത്തെ ലൈൻ, ബോട്ടത്തിലെ ലൈൻ, ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പേ കിട്ടുള്ളൂ. സോ ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് നമ്മൾ വരയ്ക്കുന്നത് അങ്ങനെ, ഇങ്ങനെ ഒരു ലെഗ് റൈറ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നുണ്ട്. പക്ഷേ ആ ലെഗ് നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ കാണാത്ത ലെഗ് നമ്മൾ ഏത് ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഡാഷ് ലൈനിൽ, ഡോട്ടഡ് ലൈൻ എന്ന് പറയും. അപ്പോൾ അത് ഡോട്ടഡ് ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യണം നമ്മൾ. ഇനി നമ്മൾ ടോപ്പിൽ നിന്നാണ് നോക്കുന്നതെന്ന് കരുതുക. ഇതിപ്പോൾ ഇവിടെ നിന്ന് നോക്കി, ഇനി നമ്മൾ ടോപ്പിൽ നിന്നാണ്, ഇവിടെ ടോപ്പിൽ നിന്നാണ് നോക്കുന്നതെന്ന് കരുതുക. ടോപ്പിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ ഇതേപോലെ തന്നെ റെക്റ്റാങ്കിൾ നമുക്ക് വേണമെങ്കിൽ ഒരു തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ പോലെ വെക്കാം. ഒന്നില്ലെങ്കിൽ ടോപ്പിൽ നിന്ന് നോക്കുന്ന രീതിയിൽ ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. വരച്ചിട്ട് ഇവിടെ റൈറ്റ് സൈഡിലാണ്, ആ ലെഗ് കാണാത്തത് കൊണ്ട് റൈറ്റ് സൈഡിൽ ഇതേപോലെ ഡോട്ടഡ് ലൈനിൽ വരും. എപ്പോഴും നമ്മളൊരു വ്യൂ വരച്ച് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ലെങ്ത്ത് വിഡ്ത്തിനേക്കാളും ഒരു 3 ടൈംസ് എങ്കിലും ലെങ്ത്ത് കൂടുതലായിരിക്കണം. അതാണ് ഒരു പ്രൊപ്പോസിഷൻ വരുന്നത്. അല്ലാണ്ട് ഇത്രയും ചെറുതാക്കി നമ്മൾ വരച്ച് കൊടുക്കരുത് കേട്ടോ. ഇനി ഇതാണ് ഒരു ആംഗിൾ വരുന്നത്. ഇപ്പോൾ ഈക്വൽ ആംഗിൾ എന്ന് വെച്ചാൽ ഈ ആംഗിളിൽ ലെഗ് 2 ഈക്വൽ ആയിരിക്കും. അൺഈക്വൽ എന്ന് വെച്ചാൽ 2 ലെഗും വ്യത്യാസമുണ്ട്. നമുക്ക് ഇതുപോലെ റെഡിമെയ്ഡ് കിട്ടുന്നതാണ് സ്റ്റീൽ സെക്ഷൻസ് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഐ സെക്ഷൻ, അല്ലെങ്കിൽ ഡബ്ല്യു ഷേപ്പ് എന്ന് പറയും. ഈ മേളത്തെയും താഴത്തെയും ഫ്ലാഞ്ച് എന്ന് പറയും. നടുക്ക് കാണുന്നതിന് നമ്മൾ വെബ് എന്ന് പറയും. മേളത്തെയും താഴത്തെയും ഫ്ലാഞ്ച്, നടുക്കത്തെ വെബ്, പിന്നെ ടോ, ഫില്ലറ്റ്. ഇനി നമുക്കിപ്പോൾ ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ വ്യൂ വരച്ചേക്കുന്നുണ്ട്, ഈ ക്രോസ് സെക്ഷൻ ലെഫ്റ്റ് സൈഡ്, അതായത് ടോപ്പിലത്തെയും ബോട്ടത്തിലെയും ഫ്ലാഞ്ചിൻ്റെ തിക്നെസ് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ തിക്നെസ് ഫേം ലൈനിൽ വരച്ചേക്കുന്നത് കേട്ടോ. റൈറ്റ് സൈഡിൽ നിന്ന് നോക്കിയാലും ഇതേപോലെ തന്നെ വരും. ഇനി ടോപ്പിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ എങ്ങനെ വരും? നമുക്ക് ഈ ഫ്ലാഞ്ച് ഇതേപോലെ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കാണാൻ പറ്റും. ഈ ഐ സെക്ഷൻ്റെ ഫ്ലാഞ്ച് ഇങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കാണും. പക്ഷേ ഈ നടുക്ക് ഈ വെബ് പോകുന്നുണ്ട്. വെബിൻ്റെ തിക്നെസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം ഡോട്ടഡ് ലൈൻ. അപ്പോൾ 2 ലൈൻസ് ഇങ്ങനെ ഡോട്ടഡ് ലൈനിൽ വരും, റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. ഈ സെയിം തന്നെ ചാനലിലും വരും. സി ചാനൽ വരുമ്പോൾ ഇതേപോലെ തന്നെ ടോപ്പിലത്തെയും ബോട്ടത്തിലെയും ഫ്ലാഞ്ച്, നടുക്കത്തെ വെബ്. ഈ സെയിം ഈ ചാനൽ നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെ വരും? നമുക്ക് ഈ വിഡ്ത്ത്, ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്ത് മാത്രം നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. പക്ഷേ ഈ വെബ് വരുന്നത് ഒരു കോർണറിലാണ് വരുന്നത്. അപ്പോൾ വെബ് ഇവിടെ ഡോട്ടഡ് ലൈനിൽ വരയ്ക്കാം. ഇതിപ്പോൾ ഒരു തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ പോലെ ഞാൻ വരച്ചേക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ
എക്സാക്റ്റ് വരുമ്പോൾ ഇതേപോലെ വേണമെങ്കിൽ വരയ്ക്കാം, എന്നിട്ട് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സ്റ്റീൽ സെക്ഷൻസ് നമ്മൾ വരയ്ക്കുന്നത്. ഇതിപ്പോൾ ചാനൽ വന്നു, ഇതേപോലെ തന്നെ ടി സെക്ഷൻ വരുന്നുണ്ട്. ടി സെക്ഷനും സെയിം ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഐ സെക്ഷൻ്റെ പോലെ തന്നെ വരും. പിന്നെ വരുന്ന റൗണ്ട് പൈപ്പും ഇതേപോലെ റൗണ്ട് പൈപ്പ് നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുന്ന വ്യൂ വരച്ച് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലെ തന്നെ ആയിരിക്കുള്ളൂ വരുന്നത്. ഏത് ഡയറക്ഷനിൽ നിന്ന് നോക്കിയാലും ഇതേപോലെ ഡോട്ടഡ് കാണുന്നത് ഈ തിക്നെസ് ആണ്, ഇതിൻ്റെ വാൾ തിക്നെസ് ആണ് ഈ കാണുന്നത്. പിന്നെ റെക്ടാങ്കുലർ ഹോളോ സെക്ഷൻസ്, സ്ക്വയറോ റെക്ടാങ്കുലർ ഹോളോ സെക്ഷൻസ് സെയിം തന്നെ പൈപ്പ് പോലെ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റീൽ സെക്ഷൻസ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇത് നമ്മൾ പഠിച്ചിരിക്കണം, കാരണം നമുക്ക് കിട്ടുന്ന ഡ്രോയിങ്സ് ഇതേപോലെ 2D ആയിരിക്കും, ലൈൻ ഡയഗ്രം ആയിരിക്കും. അത് നമ്മൾ എങ്ങനെയാണെന്ന് റീഡ് ചെയ്യാൻ പറ്റണം. ഇതേപോലെ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ, റൊട്ടേഷൻ എങ്ങനെയാണ്, ലെഗ് എവിടെ വരുന്നുണ്ട്, ഫ്ലാഞ്ച് എവിടെ വരുന്നുണ്ട്, അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയാൽ 3D മോഡൽ അതേപോലെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ തിരിച്ച് ക്ലയൻറ്റ് ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഡ്രോയിങ് 2D ഡ്രോയിങ് വരുമ്പോൾ ആ ഡ്രോയിങ് റീഡ് ചെയ്യാൻ പറ്റണം. ഡ്രോയിങ് നമ്മൾ അസംബ്ലിയും സിംഗിൾ പാർട്ട് ഡ്രോയിങ് ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ സെക്ഷൻസ് നമ്മൾ പഠിച്ചിരിക്കുക. Okay, hope you all understand this session. If you have any doubt, you can contact me. Thank you.